ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? ഇപ്പോൾ സമയം 11:33. ഇന്നലെ പിന്നെ ലഞ്ചിന് ശേഷം കുറച്ച് വർക്കൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. മോൾക്ക് ലീവായിരുന്നു. പിന്നെ മോളെ കയ്യിൽ ചെറിയ വിരലിന് എന്താ പറ്റിയെന്നറിയില്ല, സ്കൂളിൽ നിന്ന് തട്ടിയതാണ്. ചെറിയൊരു ചതവുണ്ട്. അവളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ ക്ലിനിക്കിൽ പോയിട്ട് പിന്നെ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ പറഞ്ഞു ചതവുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും ഈ ചതവ്, ഉളുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കയ്യിനോ കാലിനൊക്കെ ഉണ്ടാവുമ്പോൾ എപ്പോഴും അത് നമുക്ക് കുരുക്കളെ കാണിക്കാനാണ് ഏറ്റവും നല്ലത്. നമ്മൾ പിന്നെ അലോപ്പതിയേക്കാൾ ഏറ്റവും നല്ലത് യുനാനി മർമ്മ ചികിത്സാലയം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചികിത്സയാണ് ചതവിനും ഉളുക്കിനൊക്കെ ഏറ്റവും നല്ലത്. അപ്പോൾ അതിന് നമ്മളിപ്പോൾ കാല് ഉളുക്കുക, വിരലിനൊന്ന് ചെറിയൊരു പരിക്ക് പറ്റുക, കയ്യിൽ പരിക്ക് പറ്റുക, അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു ബാമുണ്ട്, അല്ലെങ്കിൽ ഒരു തൈലുണ്ട്, അതാണ് തേക്കുക. അപ്പോൾ പെട്ടെന്ന് മാറിക്കിട്ടും. അപ്പോൾ മോൾക്ക് ഒരു 2 ആഴ്ചയോളം ആ ഒരു ബാമാണ് തേച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ മാറ്റമില്ല. മോള് പറഞ്ഞു നല്ല വേദന ഉണ്ട്, കാണിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നലെ കൊണ്ടുപോയി കാണിച്ചതാണ്. കാണിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ ഒരു ബ്രദർ കൊണ്ടുവന്നൊരു ചപ്പലുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തുന്നിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഒരു ഷോപ്പിൽ കയറിയിട്ട് കുറച്ച് കേക്കൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന ഇവിടെ വന്ന് അസർ കഴിഞ്ഞ് പിന്നെ കോഫി കേക്കൊക്കെ കഴിച്ച് വൈകിട്ട് മഗ്‌രിബിന് സമയത്ത് പിന്നെ മോള് മദ്രസയിൽ പോയി. മഗ്‌രിബും പ്രാർത്ഥനയും ഇശായൊക്കെ കഴിഞ്ഞ് 8:30 ആയപ്പോഴേക്കും മോളൊക്കെ വന്നു. സപ്പറൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഇന്നലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇന്ന് രാവിലെ കിച്ചണിൽ കയറിയിട്ട് ചന എന്ന് പറയുന്ന ഒരു കടലുണ്ട്, ചിക്ക് പീസ്, വൈറ്റ് ചിക്ക് പീസ്. ഞാൻ അതിനെക്കുറിച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ചനക്കറിയാണ് ഇന്ന് വെച്ചത്. പൊറോട്ട, നൂൽപുട്ട് പുറത്തുനിന്ന് കൊണ്ടുവന്നു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നതാണ് പൊറോട്ട, ഇടിയപ്പം, പിന്നെ ചന ഗ്രേവി. ഇത് പിന്നെ ഉണ്ടാക്കിയത് വൈറ്റ് ചിക്ക് പീസ് 10 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അത് ഉപ്പിട്ട് വെള്ളം പാർന്ന് കുക്കറിൽ ആദ്യം വേവിച്ചെടുത്ത്, പിന്നെ ഒരു തക്കാളി, ഒരു വലിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം മിക്സിയിലിട്ട് അരച്ച് കാശ്മീരി ചില്ലി പൗഡറൊക്കെ ഇട്ട് ഗ്രേവിയാക്കി എടുത്തതാണ് ഈ ഒരു ചനക്കറി. ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാനും കൂടെ അറേബ്യൻ മന്തി ഉണ്ടാക്കി. ഇത് ആരേന്ന് വാങ്ങിയ അറേബ്യൻ മന്തി കിറ്റാണ്. അപ്പോൾ ഇക്കയാണ് ആദ്യം ഈ ഒരു ചിക്കൻ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചത്. ക്യാപ്സിക്കം, വെള്ളുള്ളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കി. ഞാൻ റൈസും ഉണ്ടാക്കി അത് ഇതിലേക്ക് മിക്സ് ചെയ്തു. അപ്പോൾ അറേബ്യൻ മന്തി റെഡിയാണ് കേട്ടോ. പിന്നെ മുറ്റൊക്കെ ക്ലീനാക്കി. പുറത്തേക്കൊക്കെ കുറച്ച് പണിയുണ്ട്. ഒരു ഫിഷ് ടാങ്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ സൗണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നത്. അത് കഴിഞ്ഞ് ബെഡ്ഷീറ്റൊക്കെ കഴുകിയിട്ടു. ഈ ഒരു ബെഡ്ഷീറ്റ് ഞാൻ മേടിച്ചിട്ട് ഏകദേശം 2 വർഷമായിട്ടോ. രണ്ട് നിറത്തിലാണ്. അപ്പോൾ ഇത് മേടിച്ചത് കോഴിക്കോട് ഫോക്കസ് മാളിൽ നിന്നാണ്. ഞാൻ ഒരു എക്സാം കഴിഞ്ഞ് വരുമ്പോൾ അവിടെ നിന്ന് മേടിച്ചതാണ്. എനിക്ക് ഭയങ്കര ക്രൈസാണ് ഇത്തരം കളറിനോട്. ഈ കളറിലുള്ള ബെഡ്ഷീറ്റ്, കംഫർട്ട്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് 2 ബെഡ്ഷീറ്റാണെങ്കിലും 2നും പില്ലോ കവർ വരുന്നുണ്ട്. ഡബ്ലക്സിലാണ്. പിന്നെ അത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ അലക്കാനുള്ളത് വാഷിംഗ് മെഷീനിൽ അലക്കാനിട്ടിട്ടുണ്ട്. ഇന്നത്തെ പണികൾ ഇത്രയൊക്കെയാണ്. ഇനി ഉച്ചയ്ക്ക് ശേഷം കുറച്ചും കൂടെ വർക്ക് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് റോട്ടിലൂടെ ഇങ്ങനെ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇന്നലെ വൈകിട്ട് മുത്തച്ഛൻ്റെ മോള് വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ട് എനിക്ക് ആദ്യമായിട്ടൊരു ചെറിയൊരു മിഠായി തന്നിട്ടുണ്ട്. പിന്നെ അതൊക്കെയാണ് കൂടുതൽ വിശേഷങ്ങളുള്ളത്.
അപ്പോൾ ഇന്നലെ മോക്ക് ഡോക്ടർ എഴുതിയിട്ടുള്ള ഒരു ഓയിൽമെൻ്റ് എന്ന് പറയുന്നത് ശതതൗതകൃതം. ഇത് നമ്മൾ കൈ പൊള്ളിയാൽ ഒക്കെ ഈ ഒരു ഓയിൽമെൻറ്റ് വളരെ നല്ലതാണ്. പിന്നെ സപ്സം എന്ന് പറഞ്ഞിട്ടൊരു ഓയിൽ മേടിച്ചിട്ടുണ്ട്. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ മോൾക്ക് കഴിക്കാനുള്ള ടാബ്ലറ്റാണ് ബെലാവിറ്റ്. ഇന്നലെ ഇന്നും കഴിച്ചിട്ടുണ്ട്. ഇത് മോള് മിഞ്ഞാന്നും ഇന്നലെയും കൂടെ ചെയ്ത ഒരു ആർട്ടാണ്, ഫാബ്രിക് പെയിൻറ്റ്. വീട് കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചപ്പൽ എങ്ങനെയുണ്ട്? ഇത് എൻ്റെ വലിയ ബ്രദർ കാശ്മീരിൽ നിന്ന് കൊണ്ടുവന്ന ചപ്പലാണ്. ഇങ്ങനെ സ്റ്റോണും ബീഡ്സൊക്കെ ഉള്ള ഒരു ചപ്പൽ. ഇവിടെ 2 എണ്ണം പോന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് 2 ഭാഗം ഒന്ന് തുന്നി പിടിപ്പിച്ചെന്നല്ലേ. ഞാനിത് വല്ലാതെ യൂസ് ചെയ്തിട്ടില്ല. കാശ്മീരി ചപ്പലാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ പറയാനുള്ളത്, ഇത് പഴയ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളാണ്. ഇതിന് കുറച്ച് സാധനങ്ങൾ ഒഴിവാക്കാനുണ്ടാവും, കുറച്ച് നല്ലതുണ്ടെങ്കിൽ ഇവർക്ക് എടുക്കാം. അപ്പോൾ ഇത് ഞാൻ ചെയ്തൊരു ക്രാഫ്റ്റാണ്. മോളെ പെന്നൊക്കെ ഇട്ടെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ മുമ്പ് ചെയ്തിരുന്നൊരു ക്രാഫ്റ്റാണ്. പിന്നെ ഇതിൽ ബലൂണുണ്ട്. മോളെ ഡോളിൻ്റെ ഡ്രസ്സാണ് ഇതൊക്കെ, ഉണ്ടോ? ഇതൊരു ഡ്രസ്സ്. പിന്നെ ഇതിലെന്താ ബസ് ഫീസ്, മോളെ ഒരു കണ്ണട, ബോക്സ്, കുറേ ഡ്രസ്സുണ്ട്. ഡോൾ ഡ്രസ്സാണ്. ഇലക്ഷൻ കാരണം ഇങ്ങനെ പാട്ടും കൂത്തുമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ സൗണ്ടായിരിക്കും. പിന്നെ മോളുടെ ഡോളിൻ്റെ ഷൂ ആണ്. പിന്നെ അതിൽ ബലൂണുണ്ട്, പെയിൻറ്റ് ബ്രഷ്, പിന്നെ ഒരു മൈലാഞ്ചി, എന്താ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. മൈലാഞ്ചി, വീണ്ടും മൈലാഞ്ചി അലീനൻ്റെ. ഒന്നും അധികം ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. പിന്നെ അതിൽ കുറേ കളറ്, പേന, അതൊരു മാല, അത്തറ്, ഷാർപ്പറിൻ്റെ കാര്യമായിട്ട് പെൻസിലും, പിന്നെ പുതിയൊരു ഇറേസറുണ്ട്. മോളെ ബാഗിൻ്റെ ഒരു ഇതാണ്. പിന്നെ ടിപ്പ് കുറേ ഐറ്റംസ് ഇതിൽ കാണുന്നുണ്ട്. ഇതൊന്നും ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്. പ്ലക്കർ, പണ്ടൊക്കെ പ്ലക്ക് ചെയ്യാൻ ഉപയോഗിച്ചിരുന്നു. അതുപോലെ കോക്രോച്ച് പ്രാക്ടിക്കലൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്ലക്കർ ആവശ്യമില്ല. സയൻസ് പഠിക്കുന്നവർക്കൊക്കെ പ്ലക്കർ ആവശ്യമുണ്ടാവും. അങ്ങനെ നൂല്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിലുള്ളത്. ഇനി ഇതിൽ നിന്ന് ആവശ്യമുള്ളെടുത്തിട്ട് ബാക്കിയൊക്കെ ഒന്ന് ഒഴിവാക്കണം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ പറയാനുള്ളൂ. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. അസ്സലാമു അലൈക്കും.